ഇവിടെ നമ്മൾ 500-ൻ്റെ ഒരു നോട്ട് വെച്ചിട്ട് ഒരുപാട് നോട്ടുകളുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുതന്നെയല്ല അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടാനും പാടായിരിക്കും. നമുക്കിത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ 500-ൻ്റെ നോട്ട് കൺട്രോളെ കൊടുത്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് മെനുവിൽ പോയിട്ട് ഡിഫൈൻ പാറ്റേൺ സെലക്ട് ചെയ്യുക. നമ്മളിവിടെ പാറ്റേൺ 1 എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ മണിയെന്ന് പേര് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് വേണ്ട ഫയലിൽ പോയിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം എഡിറ്റിൽ പോയിട്ട് ഫില്ല് സെലക്ട് ചെയ്യുക. കണ്ടൻറ്റ് നേരെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പാറ്റേൺ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെയുള്ള കസ്റ്റം പാറ്റേണിൻ്റെ അകത്ത് നമ്മളിപ്പോൾ 500-ൻ്റെ നോട്ട് കൊണ്ടുണ്ടാക്കിയ പാറ്റേൺ സെലക്ട് ചെയ്യുക. കസ്റ്റം പാറ്റേണിൻ്റെ താഴെയുള്ള സ്ക്രിപ്റ്റിൻ്റെ നേരെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ റാൻഡം ഫില്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ പുതിയൊരു വിൻഡോ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോന്നിൻ്റെ അതിൻ്റെ എണ്ണവും അതിൻ്റെ വലുപ്പവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഓരോന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ താഴെ നമുക്കിവിടെ കളറ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മളിപ്പം നോട്ടിന് പകരം വേറെ ലേബലുകൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ കളറ് നമുക്ക് കൂട്ടിയിട്ട് കൊടുത്താൽ മതി.